സ്വാഗതം ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക്. കേരളത്തിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ചില ട്രാവൽ ഡെസ്റ്റിനേഷനുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മൂന്നാറിന്റെ കോടമഞ്ഞ് മുതൽ കോവളത്തിലെ തിരമാലകൾ വരെ നീളുന്ന ഈ ലിസ്റ്റ് നിങ്ങളുടെ ട്രാവൽ പ്ലാനുകളിൽ ഉറപ്പായും ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. വീഡിയോ അവസാനം വരെ കാണുക, ഒരു സ്ഥലം നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. വെൽക്കം ടു ഫ്ലെമിംഗോ റൂട്ട്സ്. ഞാൻ മനു സൈമൺ ഫിലിം. പ്രധാനമായും കേരളത്തിൽ കണ്ടിരിക്കേണ്ട 8 ഡെസ്റ്റിനേഷനുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലുള്ള 8ാമത്തെ ഡെസ്റ്റിനേഷൻ വർക്കലയാണ്. അറബിക്കടലിന് അഭിമുഖമായി പാറക്കെട്ടുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വർക്കല സമാധാനത്തിനും ശാന്തതയ്ക്കും ഒപ്പം പ്രകൃതി സൗന്ദര്യത്തിനും പേര് കേട്ടതാണ്. ടൂറിസ്റ്റുകളുടെ സ്നേഹത്തിനുമെന്നാണ് മനോഹരമായ വർക്കലയെ വിളിക്കുന്നത്. അറബിക്കടലിനോട് ചേർന്ന് പാറക്കൂട്ടങ്ങളും കുന്നുകളും കാണപ്പെടുന്ന കേരളത്തിലെ ഒരേയൊരു സ്ഥലം 2019 ലോകത്തിലെ ഏറ്റവും അതിശയകരമായ 2ാമത്തെ ക്ലിഫ് ബീച്ചായി വർക്കല ബീച്ചിനെ തിരഞ്ഞെടുത്തിരുന്നു. കഫേകളും ബോത്തിക് ഷോപ്പുകളും നിറഞ്ഞ മലഞ്ചെരുവിലെ വാക്ക് വേ നിങ്ങളുടെ രാത്രികളെ റൊമാൻറ്റിക് ആക്കി മാറ്റും. ഈ കൊന്നിൻ പ്രദേശം അറബിക്കടലിന്റെ മുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. നീളമേറിയതും വിശാലമായതുമായ കടൽത്തീരമാണ് മറ്റൊരു പ്രത്യേകത. മറ്റുള്ള ബീച്ചുകളെ അപേക്ഷിച്ച് താരതമ്യേന തിരക്ക് വളരെ കുറവാണ്. പാരാസെയിലിംഗ്, സ്കൂബ ഡൈവിംഗ്, പാരാഗ്ലൈഡിംഗ് തുടങ്ങി സാഹസിക വിനോദങ്ങൾ കൂടാതെ താമസിച്ച് സർഫിംഗ് പഠിക്കുന്നതിനുള്ള ഒരു അക്കാദമിയും വർക്കലയിലുണ്ട്. ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ മാർച്ചിൽ ഇവിടെ നടക്കും. ആയുർവേദം, യോഗ ക്ലാസുകൾ, സൂപ്പർ റിലാക്സിംഗ് മസാജ് സെന്റേഴ്സ്, ക്ലിഫ് വാക്ക്, കടലിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നിവ മറ്റു പ്രത്യേകതകൾ. അഞ്ചുതെങ്ങ് ഫോർട്ട്, കാപ്പിൽ കായലോര ബീച്ച്, പാപനാശം ബീച്ച്, ബ്ലാക്ക് സാൻഡ് ബീച്ച് തുടങ്ങിയവയാണ് അടുത്തുള്ള മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും 40 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലെയുള്ള ട്രാവൽ വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ 7ാമത്തെ ട്രാവൽ ഡെസ്റ്റിനേഷൻ പച്ച നിറത്തിനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യമെന്ന് കാഴ്ചകൾ കാണുമ്പോൾ അറിയാതെ തോന്നിപ്പോകുന്ന ഗവിയാണ്. അത്രയേറെ സുന്ദരമാണ് ആ കാനന ഹരിതാഭം. കാടിന് നടുവിലൂടെയുള്ള ഗവിയിലേക്കുള്ള യാത്രയിൽ ആനകളെയും കാട്ടുപോത്തുകളെയും അപൂർവയിനെയും പക്ഷികളെയും ഒക്കെ കാണാൻ കഴിയും. എന്താണ് ഗവി എന്ന് ചോദിച്ചാൽ പ്രശാന്തവും പച്ചപ്പ് നിറഞ്ഞതുമായ ഒരു ഹിൽ റിട്രീറ്റ് ആണ് ഗവി. ഒരു ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് ആയതിനാൽ പ്ലാസ്റ്റിക് കർശനമായി നിരോധിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഒരു ദിവസം 40 വാഹനങ്ങൾക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് മുൻകൂട്ടിയുള്ള ബുക്കിംഗ് നിർബന്ധമാണ്. പ്രകൃതിയോട് ഇണങ്ങി ചെയ്യാൻ കഴിയുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. മനോഹരമായ മഞ്ഞു മൂടിക്കിടക്കുന്ന തടാകത്തിലൂടെയുള്ള ബോട്ടിംഗ് ഒരു അനുഭവം തന്നെയായിരിക്കും. സഞ്ചാരികൾക്ക് താമസിക്കാനായി മരത്തിന് മുകളിലായി ചെറിയ ട്രീ ഹൗസുകളും കാടിനുള്ളിൽ ടെന്റ് സ്റ്റേയും ലഭ്യമാണ്. ട്രെക്കിംഗ് താല്പര്യമുള്ളവർക്ക് ഗൈഡിന്റെ സഹായത്തോടെ കാടിനുള്ളിലേക്ക് ട്രെക്കിംഗ് നടത്താം. പക്ഷി നിരീക്ഷകരുടെ സ്വർഗം കൂടിയാണ് ഗവി. ഗവിയിലേക്കുള്ള യാത്രകൾക്കിടയിൽ ധാരാളം ഓഫ് റോഡിംഗ് ട്രാക്കുകളുമുണ്ട്. തേക്കടിയിലെത്തുന്നവർ ഒരു ദിവസം കൂടി യാത്ര നീട്ടിയാൽ ഗവി കൂടി സന്ദർശിച്ചു മടങ്ങാം. അടുത്തുള്ള മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സത്രം, പുല്ലുമേട് വാലി വ്യൂ, കോന്നി ഇക്കോ ടൂറിസം, തേക്കടി എന്നിവയാണ്. ഗവിയിലേക്ക് എത്താൻ ഏറ്റവും അടുത്ത ഇന്റർനാഷണൽ എയർപോർട്ട് 170 കിലോമീറ്റർ അകലെയുള്ള കൊച്ചിയാണ്. ട്രെയിനിലാണെങ്കിൽ 120 കിലോമീറ്റർ അകലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. 2 റൂട്ടുകളിൽ കൂടി റോഡ് മാർഗം ഗവിയിലെത്താം. ഒന്ന് പത്തനംതിട്ടയിൽ നിന്നും മൂഴിയാർ കക്കി വഴിയും മറ്റൊന്ന് കുമളി വണ്ടിപ്പെരിയാർ വഴിയും. 2 വഴിയാണെങ്കിലും കാടിന് നടുവിലൂടെയുള്ള യാത്ര ഒരു അനുഭവമായിരിക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോറസ്റ്റ് എൻട്രി ഉള്ളതിനാൽ ഇക്കോ ടൂറിസം ബുക്കിംഗ് പോർട്ടൽ ഉപയോഗിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വേണം ഇവിടേക്ക് വരാൻ. വർക്കലയുടെയും ഗവിയുടെയും കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളെ കുറിച്ചുമുള്ള വിശദമായ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തുക. നമ്മുടെ 6ാമത്തെ ട്രാവൽ ഡെസ്റ്റിനേഷൻ കോവളമാണ്. അറബിക്കടലിന്റെ ഓരം ചേർന്ന് കിടക്കുന്ന സ്വപ്നസുന്ദരിയായ കോവളം ബീച്ച്. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനായി ലോകമെമ്പാടുമുള്ള യാത്രികർ എത്തുന്ന ബീച്ച് ടൗൺ ആണ് കോവളം. 1970കളിൽ ഹിപ്പി ബാക്ക് പാക്കർമാർ കണ്ടുപിടിച്ച ഈ സ്ഥലത്ത് ഇന്ന് ഗ്ലോബൽ ടൂറിസ്റ്റുകളുടെ തിരക്കാണ്. തിരമാലകൾക്ക് ശക്തി കുറവായതിനാൽ ധൈര്യത്തോടെ ഇവിടെ കടലിലിറങ്ങി നീന്താം. സർഫിംഗ്, പാരാസൈലിംഗ്, കയാക്കിംഗ്, സ്നോർക്ലിംഗ്, സ്കൂബ ഡൈവിംഗ്, ആയുർവേദിക് മസാജസ്, ഹൗസ് ബോട്ട് റൈഡ്സ്, അങ്ങനെ കോവളത്ത് സമയം ചിലവഴിക്കാൻ ഒട്ടനവധി ഓപ്ഷനുകളുണ്ട്. കോവളത്തിനടുത്തുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ലൈറ്റ് ഹൗസ്, പൂവാർ ബാക്ക് വാട്ടേഴ്സ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്,
വെള്ളായണി ലേക്ക് തുടങ്ങിയവയാണ്. സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 20 കിലോമീറ്റർ താഴെ ദൂരമേ ഇങ്ങോട്ടേക്കുള്ളൂ. നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ കിടിലൻ ട്രാവൽ ഡെസ്റ്റിനേഷൻ കേരളത്തിന്റെ നയാഗ്ര, ബാഹുബലി വെള്ളച്ചാട്ടം എന്നൊക്കെ വിളിക്കുന്ന അതിരപ്പള്ളിയാണ്. പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരിയുടെ മനം കുളിർപ്പിക്കുന്ന സാന്നിധ്യമാണ് അതിരപ്പള്ളി. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചാലക്കുടി പുഴയുടെ ഭാഗമാണ് ഈ വെള്ളച്ചാട്ടം. ചോളയാർ വനമേഖലയുടെ കവാടമാണ് ഈ സ്ഥലം. ഇവിടെ പ്രധാനമായും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ട്രെക്കിംഗ് ടു വാട്ടർഫോൾ, സുരക്ഷിതമായ സ്ഥലങ്ങളിലുള്ള റിവർ ബാത്തിംഗ്, ഫോറസ്റ്റ് ഫോട്ടോഗ്രാഫി, വാഴച്ചാൽ റൂട്ടിലേക്കുള്ള നേച്ചർ വാക്ക്, ബേർഡ് വാച്ചിങ് തുടങ്ങിയവയാണ്. ആതിരപ്പള്ളിക്കടുത്തുള്ള മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഇവിടെ നിന്നും കഷ്ടി 5 കിലോമീറ്റർ അകലെയുള്ള വിഖ്യാതമായ വാഴച്ചാൽ വെള്ളച്ചാട്ടം, മലക്കപ്പാറ റൂട്ടിലൂടെയുള്ള ഒരു ഫോറസ്റ്റ് ഡ്രൈവ്, വാൾപ്പാറ, തുമ്പൂർ മൂഴി ഡാമും ഗാർഡനും ഒക്കെയാണ്. ആതിരപ്പള്ളിക്ക് 30 കിലോമീറ്റർ അകലെയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം 55 കിലോമീറ്റർ അകലെയുള്ള കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. കൊച്ചി, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നും ഡെയിലി ബസ്, ടാക്സി സൗകര്യങ്ങൾ ലഭ്യമാണ്. ഏറ്റവും നല്ല സീസൺ മൺസൂൺ ആണ്, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ മനോഹരമായ ഒരു ഫോറസ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷനാണ് തേക്കടി. പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും കണ്ണെത്തുന്നിടത്തെല്ലാം കാടും പിന്നെ എല്ലാ ദിക്കിൽ നിന്നും വന്നെത്തുന്ന ഏലത്തിന്റെ സുഗന്ധവും കൂടി നിൽക്കുന്ന നാട്. എത്ര കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാൻ, യാത്ര ചെയ്തു വരാൻ കാരണങ്ങളൊന്നും വേണ്ട. ഒന്നും പറയാതെ തന്നെ മനസ്സിൽ കയറിപ്പറ്റുന്ന തേക്കടി ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഇടമാണ്. മഴയായാലും മഞ്ഞായാലും ഇനി നാട് മുഴുവൻ കൊടും ചൂടിൽ കത്തി നിന്നാലും ധൈര്യമായി ഇവിടേക്ക് വരാം. പച്ചപ്പൊരുക്കുന്ന തണലും അതിനൊത്ത കോടമഞ്ഞുമാണ് തേക്കടിയെ വ്യത്യസ്തമാക്കുന്നത്. തേക്കടിയിലെ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഈ സ്ഥലത്തിന്റെ ഹൃദയം. ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വൈൽഡ് ലൈഫ് സാങ്ച്വറികളിൽ ഒന്നാണ്. 925 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള കാടുകൾ, കാടിനുള്ളിലെ തടാകങ്ങൾ, കാനനപാതകൾ എല്ലാം കൂടി ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും. ബോട്ടിംഗ് ആണ് ഇവിടുത്തെ ആക്ടിവിറ്റികളിൽ ഏറ്റവും പ്രധാനം. അതിരാവിലെ തടാകത്തിലൂടെയുള്ള ബോട്ടിങ്ങിൽ ധാരാളം മൃഗങ്ങളെ കാണുവാൻ കഴിയും. ജംഗിൾ സഫാരി, നൈറ്റ് ഫോറസ്റ്റ് ട്രക്കിംഗ്, നേച്ചർ വാക്സ്, ബാംബു റാഫ്റ്റിംഗ് തുടങ്ങിയ സാഹസികവും എന്നാൽ സുരക്ഷിതമായ ഒട്ടനവധി ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ട്. കൂടാതെ സ്പൈസ് പ്ലാന്റേഷൻ ടൂർ, എലിഫന്റ് ക്യാമ്പ് എക്സ്പീരിയൻസ്, കളരി ആൻഡ് കഥകളി കൾച്ചറൽ ഷോസ് എന്നിവയുമുണ്ട്. തേക്കടിക്കടുത്തുള്ള മറ്റു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന് ഗവിയാണ്. ഇവിടെ നിന്നും ഗവിയിലേക്ക് ജീപ്പ് സഫാരികൾ ചെയ്യാം. തേക്കടിക്കടുത്തുള്ള മറ്റൊരു ഹിൽ സ്റ്റേഷനാണ് ഗ്രാമ്പി. ചെല്ലാർകോവിൽ വാട്ടർഫോൾസ് ആൻഡ് വ്യൂ ടവർ, കമ്പം വൈൻ യാർഡ്സ് തുടങ്ങി സ്ഥലങ്ങളും സന്ദർശിക്കാം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ 115 കിലോമീറ്റർ അകലെയുള്ള കോട്ടയവും ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടുമാണ്. തേക്കടിയിലേക്ക് റോഡ് മാർഗം വരാനും എളുപ്പമാണ്. തേക്കടി ബോട്ടിങ്ങിന് രാവിലെയുള്ള സ്ലോട്ട്സ് എടുത്താൽ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. തേക്കടി സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ്. നമ്മുടെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ സഞ്ചാരികൾക്ക് എന്നും പുതുമ നിറഞ്ഞ കാഴ്ചകൾ സമ്മാനിക്കുന്ന സുന്ദര ഇടമായ വയനാട്. വയലും നാടും കാടും ചേരുന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണിത്. താമരശ്ശേരി ചുരം കയറുന്നത് മുതൽ വയനാടിന്റെ ദൃശ്യചാരുതയ്ക്ക് തുടക്കമാകും. ചെറുതും വലുതുമായ നൂൽമഴയിൽ കോടമഞ്ഞും പെയ്തിറങ്ങുന്ന ഈ ഹരിതഭൂമിയിൽ എവിടേക്ക് കണ്ണു പായിച്ചാലും കാഴ്ചകളിലേക്കുള്ള കയറ്റിയിറക്കങ്ങളാണ്. ഏറ്റവും മനോഹരമായ ഹിൽ ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന്. മഞ്ഞുമൂടിയ മിസ്റ്റി വ്യൂ കുന്നുകൾ, കാടുകൾ, ഹെയർപിൻ വളവുകളോടുകൂടിയ ട്രൈബൽ സംസ്കാരം, അങ്ങനെ എല്ലാം ചേർന്ന് വയനാടിനെ വേറിട്ട അനുഭവമാക്കി മാറ്റി. സന്ദർശിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട് ഇവിടെ. ചെമ്പ്ര പീക്കിലെ ഹൃദയാകൃതിയിലുള്ള തടാകം, എൻ്റെ ഒരു ട്രൈബൽ വില്ലേജ്, ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ 2ാമത്തെ വലുതുമായ മണ്ണുകൊണ്ടുള്ള ബാണാസുര സാഗർ ഡാം, പൂക്കോട് തടാകം, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, എടക്കൽ കേവ്സ്, മീൻമുട്ടി ആൻഡ് സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ, കുറുവ ദ്വീപ്, അങ്ങനെ സുന്ദരമായ സ്ഥലങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് വയനാട്ടിൽ. ഇവിടെ ചെയ്യാവുന്ന ആക്ടിവിറ്റികളിൽ പ്രധാനം സിപ്പ് ലൈനിങ്, കേവ് എക്സ്പ്ലോറിംഗ്, ജംഗിൾ ക്യാമ്പിംഗ്, ട്രൈബൽ വില്ലേജ് വിസിറ്റ്, ഓർഗാനിക് ഫാം ടൂർസ്, ടീ ആൻഡ് കോഫി പ്ലാന്റേഷൻ വാക്സ്, ഓഫ് റോഡിംഗ്, ട്രെക്കിംഗ് തുടങ്ങിയവയാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ 90 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോടും അടുത്തുള്ള എയർപോർട്ട് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടുമാണ്. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിങ്ങനെ 3 പ്രധാന ടൗൺ ബേസുകളാണ് ഉള്ളത്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഏറ്റവും ബെസ്റ്റ് വിസിറ്റിംഗ് സീസൺ. അങ്ങനെ പറഞ്ഞ് അവസാനത്തെ 2 സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുവരെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായും രേഖപ്പെടുത്തുക. സ്ഥലങ്ങളെ കുറിച്ചുള്ള വിശദമായ വീഡിയോ
ലിങ്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി നോക്കാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, അതുകൊണ്ട് അത് കമന്റായി രേഖപ്പെടുത്തുക. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ രണ്ടാമത്തേത് ക്ലാസിക്കായ കേരളത്തിൻ്റെ ബാക്ക് വാട്ടർ ക്യാപിറ്റൽ ആലപ്പുഴയാണ്. മതിമറക്കുന്ന സൗന്ദര്യം, കായലുകൾ, തോടുകൾ, മനോഹരമായ കടൽ തീരങ്ങൾ, നദികൾ, അങ്ങനെ എല്ലാമായി ചുറ്റുപടഞ്ഞു കിടക്കുന്ന സുന്ദരി ആലപ്പുഴ. നോക്കത്താ ദൂരത്ത് പച്ച പരവതാനി വിരിച്ച പോലെ നെൽവയലുകൾ, മനോഹരമായ തെങ്ങിൻ തോപ്പുകൾ, എല്ലാം ആലപ്പുഴയ്ക്ക് സ്വന്തം. കിഴക്കിൻ്റെ വെനീസായി ലോക ഭൂപടത്തിൽ ഇന്നും ആലപ്പുഴയുണ്ട്. ലോകപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളിയും ഇതേ ആലപ്പുഴയിലാണ്. പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി നടുവിലായി കായലിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്ര ആരും ആഗ്രഹിക്കുന്നതാണ്. ഒപ്പം കായൽ രുചിഭേദങ്ങളും അറിയാം. ഹൗസ് ബോട്ട് ക്രൂയിസിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കായലുകളിലൂടെയും പുഴകളിലൂടെയും പാടശേഖരങ്ങളിലൂടെയും കടന്നു പോകുന്ന ഹൗസ് ബോട്ട് യാത്ര ഒരു അനുഭവം തന്നെയായിരിക്കും. കായലിലെ ഗ്രാമങ്ങളെ അറിയാൻ ബോട്ട് യാത്ര, ഷിക്കാര റൈഡുകൾ, പാഡി ഫീൽഡ് വാക്ക് തുടങ്ങി നിരവധി അനുഭവങ്ങൾ, പാതിരാമണൽ ഐലൻഡ്, ആലപ്പുഴ ബീച്ച് തുടങ്ങി ഒട്ടനവധി സ്ഥലങ്ങൾ. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ തന്നെ. ഏറ്റവും അടുത്ത എയർപോർട്ട് 83 കിലോമീറ്റർ അകലെയുള്ള കൊച്ചി. ഹൗസ് ബോട്ട് യാത്രയ്ക്ക് 1 നൈറ്റ് 2 ഡേ ഹൗസ് ബോട്ട് പാക്കേജ് കപ്പിൾസിന് ഏറ്റവും അനുയോജ്യമായിരിക്കും. നവംബർ മുതൽ മാർച്ച് വരെയാണ് സീസൺ. മൺസൂൺ സമയത്ത് നല്ല നിരക്കിൽ ഹൗസ് ബോട്ടുകൾ ലഭിക്കും. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ സുന്ദരമായ സ്ഥലങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം സൗന്ദര്യം ഒരുമിച്ച് വെച്ച സ്ഥലമാണ് മൂന്നാർ. മഴയോ വേനലോ വസന്തമോ മഞ്ഞുകാലമോ ഏതു തന്നെ ആയാലും മൂന്നാറിൻ്റെ സൗന്ദര്യത്തിനും പല മുഖങ്ങളാണ്. ഓരോന്നും പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും ആ പച്ചപ്പിനും ഇടയ്ക്കിടെ വന്ന് കാഴ്ചകളെ മറയ്ക്കുന്ന കോടമഞ്ഞിനും ചില നേരങ്ങളിൽ നൂല് പോലെ പൊഴിയുന്ന മഴയ്ക്കും ഇവിടെ മാത്രം കാലം തെറ്റി പെയ്യുന്നതിൻ്റെ കണക്ക് പറയാൻ കാണുകയില്ല. ചെന്നെത്തുന്നവരെ വീണ്ടും ഒരിക്കൽ കൂടി കുന്നുകയറാൻ പ്രേരിപ്പിക്കുന്ന സ്വപ്നഭൂമി. കേരളത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ പ്രദേശമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മൂന്നാറിൽ വന്നിട്ടുള്ള ആർക്കും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവില്ല. ഓരോ കാഴ്ചയും പോസ്റ്റ് കാർഡ് പോലെ കാണപ്പെടുന്ന മനോഹാരിത. മഞ്ഞുപൊടിയ റൂളിംഗ് ഹിൽസ്, മിസ്റ്റി മോർണിംഗ്സ്, റൊമാൻറ്റിക് സൺസെറ്റ്സ് തുടങ്ങി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ 1000 കാഴ്ചകൾ. മൂന്നാറിൽ എന്തു ചെയ്യും എന്നൊരാശങ്ക വേണ്ട. നിറയെ ആക്ടിവിറ്റികളുണ്ട് മൂന്നാറിൽ. ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിൽ ഇരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടൊരു യാത്രയാവാം. അതല്ലെങ്കിൽ ടീ പ്ലാന്റേഷൻ വിസിറ്റ്, ടീ ഫാക്ടറി വിസിറ്റ്, ട്രെക്കിംഗ്, മിസ്റ്റി മോർണിംഗ് വാക്ക്, ഓഫ് റോഡ് ഡ്രൈവ്സ്, ഗാർഡൻ വിസിറ്റ്, ഫോറസ്റ്റ് സഫാരി, സിപ്പ് ലൈൻ, ഹോട്ട് ബലൂൺ തുടങ്ങി എല്ലാ സംവിധാനങ്ങളുമുണ്ട് മൂന്നാറിൽ. സഞ്ചാരികൾക്ക് സന്ദർശിക്കാനാണെങ്കിലും നിറയെ സ്ഥലങ്ങളുണ്ട് മൂന്നാറിൽ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനമെന്ന് അംഗീകരിക്കപ്പെട്ട ഇരവികുളം നാഷണൽ പാർക്ക്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി, ടാറ്റ ടീ കമ്പനിയുടെ ടീ മ്യൂസിയവും ടീ ടേസ്റ്റിങ്ങും, പൂക്കളുടെ വർണ്ണ കാഴ്ചകളൊരുക്കി റോസ് ഗാർഡൻ, ഹൈബ്രിഡ് റോസാ ചെടികളുടെ വൻ ശേഖരമാണ് ഇവിടെയുള്ളത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന ടോപ്പ് സ്റ്റേഷൻ, മാട്ടുപ്പെട്ടി ഡാം, കുണ്ടള ലേക്ക്, ആട്ടുകാട് ലക്കം വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സ്ഥലങ്ങളാണ് മൂന്നാറിലുള്ളത്. ഇങ്ങനെയാണെങ്കിലും മൂന്നാറിൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. ടീ ടേസ്റ്റിംഗ്, മിസ്റ്റി സൺറൈസ് ജീപ്പ് സഫാരി, സൈക്ലിംഗ് ത്രൂ ടീ വാലീസ്, ക്യാമ്പ് ഫയർ നൈറ്റ് സ്റ്റേസ് തുടങ്ങിയവയാണ് അത്. മൂന്നാറിലേക്ക് എത്താൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ 110 കിലോമീറ്റർ അകലെയുള്ള ആലുവയാണ്. എയർപോർട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും. സൗത്ത് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലേക്കും ഇവിടെ നിന്ന് റോഡ് ആൻഡ് ബസ് കണക്ടിവിറ്റി ഉണ്ട്. ഒക്ടോബർ ഫെബ്രുവരിയാണ് ബസ് വിസിറ്റിംഗ് സീസൺ. എങ്കിലും ഇതൊരു ഓൾ സീസൺ ഡെസ്റ്റിനേഷൻ കൂടിയാണ്. മൺസൂൺ കാലത്തെ യാത്രകൾ വേറൊരു അനുഭവമായിരിക്കുമെങ്കിലും കാലാവസ്ഥ അനുസരിച്ച് ക്രമീകരിക്കുന്നതാവും നല്ലത്. ഇതുപോലെയുള്ള എത്രയോ സുന്ദരമായ സ്ഥലങ്ങൾ ചേർന്നതാണ് നമ്മുടെ കൊച്ചു കേരളം. അവയെല്ലാം ഒറ്റയടിക്ക് കണ്ടു തീർക്കാൻ കഴിയില്ലെങ്കിലും പ്രധാനപ്പെട്ട 8 സ്ഥലങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം, പുതിയ വഴികളിലൂടെ, പുതിയ സ്ഥലങ്ങളിലൂടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്, അതുകൊണ്ട് കമന്റ് ചെയ്യുക. വീണ്ടും കാണാം പുതിയൊരു മനോഹരമായ സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി. താങ്ക് യു ഫോർ വാച്ചിങ്.